ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് MEDC. ഇന്ന് നമ്മൾ EC ബാർ AE ലോജിക് സർക്യൂട്ട് ഡിസൈനിൽ മോഡ്യൂൾ 5 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഒരു 4-bit റിംഗ് കൗണ്ടർ ഡിസ്കസ് ചെയ്യാം. ഇത് ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടേഴ്സിനകത്ത് വരുന്ന ടോപ്പിക്കാണ്. മോഡ്യൂൾ 5 വരുന്ന ടോപ്പിക്കാണ് ലോജിക് സർക്യൂട്ട് ഡിസൈനിൽ. അപ്പം അതിൻ്റെ ഒരു സർക്യൂട്ട് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് 4-bit റിംഗ് കൗണ്ടറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4-bit പറയുമ്പോഴത്തേക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം? 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം അല്ലേ? ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ 4-bit റിംഗ് കൗണ്ടറിന് വി നീഡ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, അതുപോലെ നമ്മൾ നോർമലി റിംഗ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാം, അതുപോലെ D ഫ്ലിപ്പ് ഫ്ലോപ്പും യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ D ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചാണ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് JK വെച്ചും പറയാം. ഓക്കെ, D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇപ്പം ഇവിടെ 4-bit ആണ്. സോ വി നീഡ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ ആ 4 ഫ്ലിപ്പ് ഫ്ലോപ്സും നമ്മൾ യൂസ് ചെയ്യുന്നത് D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ D ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുകയാണ്. ഫോർ ബിറ്റ് ആയതുകൊണ്ടാണ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണ്ടി വരുന്നത്. അതുപോലെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിംഗ് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ജോൺസൺ കൗണ്ടർ സിങ്ക്രണസ് കൗണ്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. സിങ്ക്രണസ് കൗണ്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ സിങ്ക്രണസ് കൗണ്ടേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ക്ലോക്ക് അറ്റ് എ ടൈം എല്ലാത്തിലും കൊടുക്കാൻ പറ്റും. സൈമൾട്ടേനിയസ് ആയിട്ട് ക്ലോക്ക് നമുക്ക് ഫെഡ് ചെയ്യാൻ പറ്റും. അതാണ് സിങ്ക്രണസ് കൗണ്ടേഴ്സിന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പോൾ റിംഗ് കൗണ്ടർ അതുപോലെ ജോൺസൺ കൗണ്ടർ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. സോ വി ക്യാൻ ഗീവ് ദ ക്ലോക്ക് സൈമൾട്ടേനിയസ്ലി. ക്ലോക്ക് കൊടുക്കാം. ഇവിടെ നെഗറ്റീവ് സർക്യൂട്ട് ആണ് ഞാൻ കൊടുക്കുന്നത്. എല്ലാത്തിനും നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ക്ലോക്ക് കൊടുക്കാം. നമ്മൾ ക്ലോക്ക് ഫെഡ് ചെയ്തു. ഇനി ഇപ്പം ഞാൻ D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞ്, അപ്പം അതിൻ്റെ കേസിൽ നമുക്കിതിപ്പം 4 ഉണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ D3, D2, D1, D0 അതുപോലെ എടുത്തു. D3, D2, D1, D0. അതുപോലെ അതിൻ്റെ ഔട്ട്പുട്ട് Q3 വരും. Q3 ബാർ. ഇതിൻ്റെ കേസിൽ Q2 ബാർ. ഇതിൻ്റെ കേസിൽ Q1 ബാർ, Q0 ബാർ. ഇത്ര ഔട്ട്പുട്ട്സ് കാണും, കോംപ്ലിമെന്ററി ഔട്ട്പുട്ട്സ് കാണും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിംഗ് കൗണ്ടറിന്റെ കേസിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഇതിന്റെ D2ന്റെ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Q3 ഔട്ട്പുട്ട് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും കൊടുക്കുന്നത്, കണക്ഷൻ കൊടുക്കുന്നത്. സിമിലർലി D1ന്റെ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ Q2ന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. D0ന്റെ ഇൻപുട്ട് എന്ന് വെച്ചാൽ Q1ന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. അത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം ഇൻപുട്ട്. ഇനി നെക്സ്റ്റ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിംഗ് എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് Q0 ഉണ്ടല്ലോ. അപ്പൊ ഈ D3യുടെ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ Q0 എടുത്തായിരിക്കും ഫെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? ഇത് ഡയറക്റ്റ് D2ന്റെ എന്ന് വെച്ചാൽ Q3ന്റെ ഔട്ട്പുട്ട്, D1 എന്ന് വെച്ചാൽ Q2ന്റെ ഔട്ട്പുട്ട്, D0 എന്ന് വെച്ചാൽ Q1ന്റെ ഔട്ട്പുട്ട്. D3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അത് റിംഗ് കൗണ്ടർ റിംഗ് പോലെ തിരിച്ചിങ്ങനായിരിക്കും ഫെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്? D3 ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Q0ന്റെ ഔട്ട്പുട്ട് ആയിരിക്കും D3യുടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ D ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ പറഞ്ഞു. അതുപോലെ ഇതിനകത്ത് പ്രീസെറ്റ് ക്ലിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ
ഡയഗ്രത്തിനകത്ത് നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് കൊടുക്കുന്ന കാര്യം ഓർത്തിരിക്കണം. സിൻസ് ഇറ്റ് ഈസ് എ സിങ്ക്രണസ് കൗണ്ടർ. സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോന്നിന്റെ ഇൻപുട്ട് കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് വരേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത് ഇതുപോലെ റിംഗ് പോലെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ റിംഗ് കൗണ്ടർ എന്ന് പറയാനുള്ള റീസൺ. ഇപ്പൊ നമ്മളിത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് നമ്മൾ യൂസ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും? JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റിംഗ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 4-bit റിംഗ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഫസ്റ്റ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കും. കാരണം 4-bit ആണ്. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരയ്ക്കും. ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് JK ആണ്. എന്താണ് JK കാണും, ഇവിടെയും JK കാണും, JK. നമുക്ക് ക്ലോക്ക് സിങ്ക്രണസ് ആയതുകൊണ്ട് ക്ലോക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. സൈമൾട്ടേനിയസ് ആയിട്ട് വി ക്യാൻ പ്രിന്റ് ദ ക്ലോക്ക്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട്സ് ഉണ്ട് അല്ലേ? ഇപ്പം ഇത് ഞാനിപ്പം ഫസ്റ്റിന് ഞാൻ ഇത് J3, K3, K2, K1, K0 എന്നത്. ഓക്കെ, ഇനി ഇവിടെ Q3 ഉണ്ട്, ഇവിടെ Q3 ബാർ ഉണ്ട്. സിമിലർലി Q2 ബാർ, Q1 ബാർ, Q0 ബാർ. ഓക്കെ, ഇതുപോലെ ഇതിന്റെ കേസിൽ ഡയറക്റ്റ് ഇൻപുട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി ഈ JK വരുമ്പോഴത്തേക്ക് എന്തുണ്ട്? 2 ഇൻപുട്ട് ഉണ്ട് അല്ലെ? Jയും Kയും ഉണ്ട്. അപ്പം ഈ Kയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ Q0 ഉണ്ടല്ലോ, ആ Q0 ആയിരിക്കും നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നത്? J3ലേക്ക് കൊടുക്കുന്നത്. സിമിലർലി സെക്കൻഡ് ഇൻപുട്ട് K3ലേക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും? ഇതിന്റെ ആയിരിക്കും. ഇതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് എന്തെന്ന് പറയുന്നത് ഈ റിംഗ് കൗണ്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. ഓക്കെ, ക്ലോക്ക് സൈമിൾട്ടേനിയസ് എടുത്ത് ഇപ്പോൾ ക്ലിയർ പ്രീസെറ്റ് കാര്യങ്ങളൊക്കെ വരയ്ക്കണം. ഇതുപോലെ കൊടുക്കണം. JK വരുമ്പോൾ 2 ഇൻപുട്ട് ഉണ്ട്. ഇപ്പൊ Q0 എന്നുള്ളത് എടുത്ത് J3യിലും Q0 ബാർ എന്നുള്ളത് എടുത്ത് K3യിലും കൊടുക്കണം. ഇതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇപ്പൊ യൂസ് ചെയ്ത് അതിന്റെ റിംഗ് കൗണ്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. ഇനി നെക്സ്റ്റ് അതിന്റെ എങ്ങനെയാ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കണം. ഇതിന്റെ കേസിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടല്ലോ. അപ്പൊ അതില് ഈ Q3 ആണ് MSB എന്ന് പറയുന്നത്, Q0 ആണ് LSB എന്ന് പറയുന്നത്. നമ്മൾ Q3, Q2, Q1, Q0 ക്ലോക്ക്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് ക്ലോക്ക്, സെക്കൻഡ് ക്ലോക്ക്, ഇങ്ങനെ നമ്മൾ ഒരു ക്ലോക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുകയാണ് ഇതിന്റെ ഔട്ട്പുട്ട് 0th ക്ലോക്കിൽ ഔട്ട്പുട്ട് 1 0 0 0 ആണ് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഈ നമ്മൾ ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോഴത്തേക്ക് സപ്പോസ് ഇതിന്റെ പ്രസന്റ് കണ്ടീഷനിൽ 1 0 0 0 ആയിരിക്കുന്നെന്ന് വെച്ചു. നമ്മളൊരു ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ലാസ്റ്റിലത്തെ ഇവിടുത്തെ Q0 ആണ് നമ്മൾ എന്തിലേക്ക് ഫെഡ് ചെയ്യുന്നത്? ഈ D3യിലേക്ക് ഫെഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ 0 ഇവിടെ വരും. ഈ Q3 ഇരിക്കുന്നത് D2 പോവും, Q2 ഇരിക്കുന്നത് D1ലേക്ക് പോവും, Q1 ഇരിക്കുന്നത് D0ലേക്ക് പോകും. അങ്ങനെയാണ് ആ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ Q0 ആണ് എടുത്ത് നമ്മൾ D3യിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ 0 ഇവിടെ വരും. ഓക്കെ, ഈ 0 ഇവിടെ വരും. ഇനി നെക്സ്റ്റ് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ 1 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി അടുത്ത ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഈ Q0 എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് പോകും, ഈ 1 ഇങ്ങോട്ട് പോകും, ഈ 0 ഇങ്ങോട്ട് പോകും. അടുത്ത നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കും? വീണ്ടും അഗെയിൻ ഈ 0 ഇവിടെ വരും. അപ്പം ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഈ 1 ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി അടുത്ത ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കും? അഗെയിൻ ഈ Q0 ആണ് നമ്മൾ D3യിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ 1 ഇവിടെ വരും, അഗെയിൻ 0, ഈ 1 ഇവിടെ വരും. അപ്പൊ ഈ 0 ഇങ്ങോട്ട് വന്നു, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 4th ക്ലോക്ക് പൾസിൽ നമ്മളുടെ കൊടുത്ത ഇൻപുട്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ആ പാറ്റേൺ ഇനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കേസിൽ ടോട്ടലി എത്ര സ്റ്റേറ്റ്സ് ആണുള്ളത്? ഞാൻ നോക്കുമ്പോഴത്തേക്ക് 4 സ്റ്റേറ്റ്സ് ആണുള്ളത്.
ഇറ്റ് ഹാസ് 4 സ്റ്റേറ്റ്സ്. ആ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ ഈ ഒരു കറസ്പോണ്ടിങ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് 1 0 0 0, 0 1 0 0, 0 0 1 0, 0 0 0 1. ഓക്കെ, ഇതാണ് 4 സ്റ്റേറ്റ്സ്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ 4 ബിറ്റ് അല്ലേ, ഇപ്പോൾ 4 ബിറ്റിന് നമ്മൾ മോഡ് വെച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മോഡ് 4 റിംഗ് കൗണ്ടർ എന്ന് പറയും. മോഡ് 4 റിംഗ് കൗണ്ടർ, മോഡ് 4 റിംഗ് കൗണ്ടർ. അതിൻ്റെ കേസിൽ ഇപ്പം മോഡ് എൻ റിംഗ് കൗണ്ടറിന് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം? n ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ റിംഗ് കൗണ്ടറിൻ്റെ കേസിലാണെങ്കിൽ വി നീഡ് n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഫോർ മോഡ് n റിംഗ് കൗണ്ടർ. ഒരു മോഡ് ജനറൽ പറയുകയാണെങ്കിൽ മോഡ് n റിംഗ് കൗണ്ടർ നീഡ്സ് n ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലേ. ഇവിടെ ആണെങ്കിൽ ഇത് മോഡ് 4 ആണ്, അപ്പോൾ അവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ആ ക്ലോക്ക് പൾസ് വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഈ ഓരോ ക്ലോക്ക് പൾസിൽ ഇവിടെ ഹൈ മാത്രം, ബാക്കി 0, അടുത്ത ഹൈ 0, അടുത്ത ഹൈ 0, അങ്ങനെ ഡയഗ്രാം കൂടെ വരയ്ക്കാം. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന പോയിന്റ്സ് എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഇപ്പം റിംഗ് കൗണ്ടർ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ ആണ് വരുന്നത്. അപ്പോൾ അത് നോർമലി ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് അങ്ങനത്തെ ഉള്ളൊക്കെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ കൗണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റൊട്ടേറ്ററി പോലത്തുള്ള സ്വിച്ചസ് വല്ലതും വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഉള്ള കേസിലാണ് നമ്മൾ ഈ റിംഗ് കൗണ്ടർ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റാണ് ചോദിക്കുകയാണെങ്കിൽ റിംഗ് കൗണ്ടർ ആണെങ്കിൽ നമ്മളൊരു 4 ബിറ്റ് റിംഗ് കൗണ്ടറിൻ്റെ എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ 4 ബിറ്റ് ആയതുകൊണ്ട് ഇറ്റ് നീഡ്സ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ അത് നമ്മൾ ഡി വെച്ചിട്ടും JK വെച്ചിട്ടും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ട്രൂത്ത് ടേബിൾ പോലെ വരച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ 1 0 0 0 കൺസിഡർ ചെയ്ത് ഒരു ഫസ്റ്റ് ക്ലോക്ക് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0 എഗെയിൻ ഫസ്റ്റിൽ വരും, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് 0 0 വരും, പിന്നെ അടുത്തതിൽ ഈ 0 വരും, ഒന്നങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 4 സ്റ്റേറ്റ്സ് വരും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് മോഡ് 4 റിംഗ് കൗണ്ടർ. അതിനുശേഷം ഇതും കൂടെ എഴുതിക്കണം, എ മോഡ് n റിംഗ് കൗണ്ടർ നീഡ്സ് n ഫ്ലിപ്പ് ഫ്ലോപ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് റിംഗ് കൗണ്ടറിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നല്ലതാണ്. ജസ്റ്റ് ഒന്നുമില്ല, ഇപ്പം നമുക്കറിയാം ക്ലോക്ക് പോലെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഇതിനകത്ത് ഇവിടെ എന്താണ് 1, ബാക്കി 0 ആയിട്ട് വരയ്ക്കുക. അടുത്ത ക്ലോക്ക് വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഹൈ വരയ്ക്കുക, ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റിംഗ് കൗണ്ടറിൻ്റെ എക്സ്പ്ലനേഷൻ. ഇൻ സെക്കൻഡ് ആണ് ജോൺസൺ കൗണ്ടർ. അതിൻ്റെ വേറൊരു നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് പറയും. ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എക്സാമിന് ചിലപ്പം ജോൺസൺ കൗണ്ടറിന് ചോദിക്കത്തില്ല, ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടറിനായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ അതിന് വേറൊരു നെയിമുണ്ട്, സ്വിച്ച് ടെയിൽ കൗണ്ടർ എന്നും പറയും. സ്വിച്ച് ടെയിൽ കൗണ്ടർ ഡിഫറെൻറ്റ് നെയിംസ് ആണ്. ജോൺസൺ കൗണ്ടർ ഓർ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ഓർ സ്വിച്ച് ടെയിൽ കൗണ്ടർ. അപ്പം ഇതിൻ്റെ കേസിൽ ഇത് ട്വിസ്റ്റഡ് റിംഗ് ആണ്. ഓക്കെ, എൻ്റെ ജോൺസൺ കൗണ്ടറിൻ്റെ അനദർ നെയിമാണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. ഇപ്പം സർക്യൂട്ടൊക്കെ ഇതുപോലെ സെയിം തന്നെ വരും. പക്ഷേ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നമ്മൾ ഈ Q0 എന്നാണ് എടുത്ത് കൊടുത്തത്, ഇപ്പം D3 കൊടുത്തത്. ഈ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കോംപ്ലിമെന്റ് ചെയ്യുന്ന എടുത്ത് D3 കൊടുക്കുന്നത്. ബാക്കി സർക്യൂട്ടൊക്കെ സെയിം ആണ്, കണക്ഷൻസ് ഒക്കെ സെയിം ആണ്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക, അത് സിങ്കണസ് കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ ക്ലോക്ക് നമുക്ക് സൈമൾട്ടേനിയസ് കൊടുക്കാൻ പറ്റും, ക്ലിയർ കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഈ ഇൻപുട്സ് എല്ലാം ഇതുപോലെ ഫിറ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ Q0 ബാറിൽ നിന്നായിരിക്കും എടുത്ത് നമ്മൾ D3 ഫിറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് D ഫ്ലിപ്പ് ഫ്ലോപ്പ് അതുപോലെ അതും നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുമ്പോഴത്തേക്ക് ഈ J3 കൊടുക്കുന്നത് ഈ Q0 ബാറിൽ നിന്നായിരിക്കും. അതുപോലെ K3 കൊടുക്കുന്നത് Q0 എന്നായിരിക്കും. അതാണ് അതിൻ്റെ ഡിഫറൻസ്. നമുക്ക് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡയഗ്രാംസിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ പൾസസ് എഴുതുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എത്ര ഈ ഒരു പോയിന്റ് മോഡ് n റിംഗ് കൗണ്ടർ നീഡ്സ് n ഫ്ലിപ്പ് ഫ്ലോപ്സ്, അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പേപ്പറൊക്കെ വാല്യൂ ചെയ്യുമ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് 4 ബിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് വി വിൽ ഡ്രോ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്.
4 ബിറ്റ് ആയിട്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഫസ്റ്റ് ഡി വെച്ച് വരയ്ക്കുക. ഇപ്പം D3, D2, D1, D0. ഓക്കെ, സിങ്ക്രണസ് ആയതുകൊണ്ട് കാറ്റഗറി ആയതുകൊണ്ട് ക്ലോക്ക് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കൊടുക്കാം. ക്ലോക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കൊടുത്തു. ക്ലോക്ക്. ഇനി ഇവിടെ Q3 ഉണ്ട്, Q3 ബാർ, Q2, Q2 ബാർ, Q1, Q1 ബാർ, Q0, Q0 ബാർ. ഇവിടെ ഇതിൻ്റെ കേസിൽ ഈ D2 എന്ന് വെച്ച് കഴിഞ്ഞാൽ Q3 ഔട്ട്പുട്ട് ആയിരിക്കും, D1 എന്ന് വെച്ചാൽ Q2ൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും, D0 എന്ന് വെച്ചാൽ Q1ൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും. ഇനി ഇവിടെയാണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. നേരത്തെ കേസിൽ നമ്മൾ ഡയറക്റ്റ് ഈ Q0 നിന്നാണ് ഇൻപുട്ട് കൊടുത്തത്. ഇവിടെ എന്ത് ചെയ്യും? Q0 ബാറിൽ നിന്ന്. അത്രയും ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതാണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ആണ്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും നമ്മൾ എന്തിന് കൊടുക്കുന്നത്? ഈ D3ലേക്കുള്ള ഇൻപുട്ട് ഫെഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫ്രം Q0 ബാർ. അതാണ് മെയിൻ പോയിന്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ കേസിൽ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നമുക്കിത് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും? JK വെച്ച് പറ്റും. JK വെച്ച് സെയിം തന്നെ JK വെച്ച് നമുക്ക് ഡ്രോ ചെയ്യാം. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരയ്ക്കുക. അതിൻ്റെ കേസിൽ JK വരുമ്പോഴത്തേക്ക് J3, K3, J0, K0, Q1 ബാർ, Q0, Q0 ബാർ. സിങ്ക്രണസ് കേസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ക്ലോക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കൊടുത്തു. ഇനി ഇത് ഇതേപോലെ ഡയറക്റ്റാണ് കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്. ഡിഫറൻസ് എന്താണെന്നാണ് പറഞ്ഞത്? ഇതിൻ്റെ കേസിൽ ഈ Q0 ബാറിൽ നിന്നായിരിക്കും നമ്മൾ J3ലേക്ക് കൊടുക്കുന്നത്. ഇപ്പം 2 ഇൻപുട്ട് ഉണ്ട്. അപ്പം സിമിലർലി ഇതിൻ്റെ കേസ് ഇവിടെ നിന്നായിരിക്കും എടുത്ത് K3യിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് JK വെച്ചിട്ടുള്ള ജോൺസൺ കൗണ്ടർ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. ഇതാണ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. സ്വിച്ച്ഡ് ടെയിൽ കൗണ്ടർ എന്ന് പറയും. നമ്മൾ സർക്യൂട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ്. ഇവിടെയും Q3 അല്ലേ, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. Q3, Q2, Q1, Q0. Q3, Q2, Q1, Q0. ഇപ്പോൾ ക്ലോക്കാണ്. അതുപോലെ ക്ലോക്ക് വരുമ്പോഴത്തേക്കും ഞാൻ അസ്യൂം ചെയ്യുന്നത് എല്ലാം 0 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, എല്ലാം 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലോക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താ വരുന്നത്? ഇപ്പം സപ്പോസ് ഇവിടെ നമ്മൾ ഇപ്പം Q0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ Q0 ആണ്. ഇപ്പം Q0 0 ആണ്. അപ്പം അതിന് നമ്മൾ എന്താ എടുത്ത് കൊടുക്കുന്നത്? കോംപ്ലിമെൻ്റാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എടുത്ത് ഫസ്റ്റിലേക്ക് ഫെഡ് ചെയ്യുന്നത്. അപ്പം 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1 വരും. ബാക്കി ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. 0, 0, 0 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അടുത്ത ക്ലോക്ക് പൾസിൽ ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് വരും. അപ്പോൾ ആ കോംപ്ലിമെൻറ്റ് ഇവിടെ വരും. നെക്സ്റ്റ് ക്ലോക്കിൽ ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എഗെയിൻ അടുത്ത ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കും? ഈ കോംപ്ലിമെൻ്റ് ചെയ്യും, കോംപ്ലിമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 1, 1, 1, 0 വരും. അടുത്ത ക്ലോക്ക് പൾസിൽ ഈ 0ൻ്റെ കോംപ്ലിമെൻറ്റ് D3ലേക്ക് കൊടുക്കും. അപ്പം 1, 1, 1, 1 വരും. ഇനി നെക്സ്റ്റ് പൾസിൽ എന്ത് ചെയ്യും? ഈ 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0 ഇവിടെ കൊടുക്കും. ബാക്കി 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. 5th അടുത്ത 6th എന്ത് ചെയ്യും? ഈ 1ൻ്റെ കോംപ്ലിമെൻറ്റ് കൊടുക്കും. അപ്പോൾ അത് 0 ആവും. ഈ 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ 1 വരും. അടുത്ത 7th എന്ത് സംഭവിക്കും? ഇതിൻ്റെ അഗെയിൻ കോംപ്ലിമെൻറ്റ് കൊടുക്കും. ഈ 0 ഇവിടെ വരും, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, 0, 0, 1 വരും. 8th എന്ത് സംഭവിക്കും? ഈ 1ൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കും. ചിലപ്പോൾ 0, 0, 0, 0. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ ഇതെത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്? ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ് ഇല്ലേ? ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ്, ക്ലോക്കിൻ്റെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ടോട്ടലി എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 0 to 7, 8 സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ കേസിൽ 8 സ്റ്റേറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ കേസിൽ 0 to 7. അടുത്ത ഇത് വന്നപ്പോഴത്തേക്ക് വീണ്ടും എന്ത് ചെയ്യണം? അത് റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, ടോട്ടൽ 8 സ്റ്റേറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ യൂസ് ചെയ്തത് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പാണ്? 4 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്തത്. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്തത്. പക്ഷെ എത്ര സ്റ്റേറ്റ്സ് കിട്ടി? വി ഗോട്ട് 8 സ്റ്റേറ്റ്സ്. ഓക്കെ, റിംഗ് കൗണ്ടറിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? നമ്മളിവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഓൺലി 4 സ്റ്റേറ്റ്സേ കിട്ടിയുള്ളായിരുന്നു. ഓക്കെ, അതാണ് ഇതിൻ്റെ രണ്ട് ഡിഫറൻസ്. ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ആകുമ്പോഴത്തേക്ക്
4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് 8 സ്റ്റേറ്റ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇതിനെ മോഡ് 2n ജോൺസൺ കൗണ്ടർ എന്നും പറയും. മോഡ് 2n കൗണ്ടർ എന്നും പറയും. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് n ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് 2n സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാം. ഇവിടെ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് 8 സ്റ്റേറ്റ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ 2n കൗണ്ടർ, മോഡ് 2n കൗണ്ടർ എന്നും പറയും. അപ്പം അതിൻ്റെ കേസിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് n ഫ്ലിപ്പ് ഫ്ലോപ്സ് വി ക്യാൻ ഫോം 2n സ്റ്റേറ്റ്സ്. റിംഗ് കൗണ്ടറിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? മോഡ് n-ന് n ഫ്ലിപ്പ് ഫ്ലോപ്സ് പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കേസിൽ n ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ട് 2n സ്റ്റേറ്റ്സ് ഫോം ചെയ്യാൻ പറ്റും. അതാണ് രണ്ടിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇൻ കേസ് ഓഫ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ we will get 8 states using 4 flip flops. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഫോർ എ മോഡ് 2n കൗണ്ടർ n ഫ്ലിപ്പ് ഫ്ലോപ്പ് only needed. ഓക്കെ, അപ്പോൾ ഇതും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് ഫുൾ 0 വെച്ചിട്ട് പിന്നെ ഇങ്ങനെ 1, അടുത്ത് വരുമ്പോഴത്തേക്ക് 1 1, നെക്സ്റ്റ് 1 1 1, ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അതും കൂടെ വരച്ചേക്കാം. അപ്പം ഇത്രയാണ് ഇതിൻ്റെ കേസിൽ ജോൺസൺ കൗണ്ടർ റിംഗ് കൗണ്ടറിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇത് മോഡ്യൂൾ 5-ന്ന് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇത് പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഡയറക്റ്റായിട്ട്, ഇതിനകത്തൊന്നും വേറെ മാറ്റി ചോദിക്കാനൊന്നുമില്ല, ഡയറക്റ്റ് ചോദിക്കുന്നതാണ്. ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ റിംഗ് കൗണ്ടർ ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, എങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് എങ്ങനെ ഫെഡ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിലായിട്ട് എഴുതുക. അത് ഡി വെച്ചും JK വെച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ളത് ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം ഇതൊരു സീക്വൻസ് എടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിൻ്റെ കേസിൽ ഫസ്റ്റിലേക്ക് ഫെഡ് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അങ്ങനെ ടോട്ടൽ 4 സ്റ്റേറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ മോഡ് 4 റിംഗ് കൗണ്ടർ എന്ന് പറയും. ജനറലി പറയുമ്പോഴത്തേക്ക് എ മോഡ് n റിംഗ് കൗണ്ടർ നീഡ്സ് n ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. മോഡ് n കൗണ്ടർ നീഡ്സ് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്? n ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് റിംഗ് കൗണ്ടറിന്റെ കേസിൽ വേണ്ടത്. അതുപോലെ ജോൺസൺ കൗണ്ടർ ഇപ്പം നോർമൽ ചോദിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ കേസിലും D ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക, JK വെച്ചിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക. ഇതിനെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് പറയും. ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്ന ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റുമായിട്ട് സെക്കൻഡ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് ഇവിടെ Q0 ബാറിന്നായി കൊടുക്കുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുമ്പോഴത്തേക്ക് അവിടെ 2 ഇൻപുട്ട് ഉണ്ട്. ഒരെണ്ണം J3ലേക്ക് Q0 ബാറിൽ നിന്നും K3ലേക്ക് Q0 നിന്നും ഫെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു എക്സാമ്പിൾ എടുക്കുക. എക്സാമ്പിൾ എടുത്തിട്ട് ആദ്യമേ ഫുള്ള് 0 വരുന്ന കേസ് പറയുക. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് കോംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ ലാസ്റ്റ് 0 1 വരും. ഓക്കെ, 1 ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം 1 ഇവിടെ വന്നിട്ട് ബാക്കി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എഗെയിൻ ഈ 0-ന് നമ്മൾ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അത് 1 ആയിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ടോട്ടൽ അതിന് 0 to 7 8 സ്റ്റേറ്റ്സ് വരും. എന്നിട്ട് ഈ കാര്യം എഴുതുക. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് are needed for creating 8 states. So mode 2n counter ജനറലായിട്ട് പറയുകയാണെങ്കിൽ 2n കൗണ്ടറിന് we only need n ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. 10 മാർക്സിന് ചോദിക്കുന്ന ഒരു ഡയറക്റ്റ് ഏരിയ ആണ് ഫ്രം മോഡ്യൂൾ 5. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു.